നമസ്കാരം. ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ മിക്സാക്കി പറയുന്നത് കൊണ്ട് ഒരു യോജിപ്പ് കുറവുണ്ടാവും. പക്ഷേ ഇത് ഒരു വീഡിയോയിൽ തന്നെ പറയാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് മുഴുവനായി കാണണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഒന്നാമത്തത്, ഇവിടെ ഈ പോലീസിനെ ഭരിക്കുന്നത്, അത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് എഴുതണം. പിന്നെ BSNLന്റെ കാര്യം. BSNL മര്യാദയ്ക്ക് കോൾ ചെയ്യാൻ പറ്റില്ല എന്നും ഇടയ്ക്കിടയ്ക്ക് കോള് കട്ടായി പോകുന്നു, ചിലപ്പോൾ ഒരിടത്തേക്ക് വിളിച്ചാൽ മറ്റൊരിടത്തേക്ക് പോകാറുണ്ടെന്നും ചിലരുടെയൊക്കെ കോളുകൾ ഇടയ്ക്ക് കയറി വരാറുണ്ടെന്നും ഒക്കെ ഞാൻ കരുതുന്നു. ഇതിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തിട്ടോ. മൂന്നാമത്തത്, പോലീസുകാരൻ എന്നാൽ കുറച്ച് മര്യാദയ്ക്ക് പെരുമാറാനും അല്ലെങ്കിൽ മര്യാദ എന്തെന്ന് ജനങ്ങൾക്ക് മാതൃകയാകാനും വേണ്ടി പ്രഥമ ദൃഷ്ടിയ മുന്നിൽ നിർത്തിയിട്ടുള്ള ഒരു വസ്തുവാണ് എന്നും ഞാൻ കരുതുന്നു. അതായത് അദ്ദേഹത്തെ കണ്ടാണ്, ഒരു പോലീസുകാരനെ കണ്ടാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത് ഈ വിധത്തിലാണ് ഓരോ മനുഷ്യനും പെരുമാറേണ്ടത് എന്ന്. ഒരു മാതൃകാ പുരുഷനായ ഒരു പോലീസുകാരൻ നിൽക്കുന്നു, അതും പൊതുനിരത്തിൽ നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റോഡ് പണിയുമായി ബന്ധപ്പെട്ട് റോഡിൽ അവിടെയും ഇവിടെയും ഒക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നും ചിലയിടങ്ങളിലെങ്കിലും 12 മണിക്കൂർ 11 മണിക്കൂർ വരെ ബ്ലോക്കുകൾ ഉണ്ടായതായി പത്രവാർത്ത ഉണ്ടായെന്നും ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും ഇല്ലാത്ത ഒരു ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത ഒരു ജംഗ്ഷനും ഇപ്പൊ ഇല്ല. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ചില മേഖലകൾ, എടമുട്ടം പോലെയുള്ള സ്ഥലത്ത്, പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അങ്കമാലി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിൽ വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി നിങ്ങൾ ഈ വീഡിയോ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എഴുതാതെ പോകരുത്. ഇനി ഇത്തരം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോലീസുകാർ ഉണ്ടാകാറുണ്ട്. ആ പോലീസുകാർ പകലാണെങ്കിൽ ഈ കാക്കിട്ടുണ്ട് നിൽക്കുന്നവരെ നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും. എന്നാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഇവരെ കാണാൻ പറ്റില്ല. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തൊന്നും കാണൂല. പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളവരയും അതുപോലെ മറ്റു വരകളും മഞ്ഞ വരയൊന്നും ഉണ്ടാവില്ല. റോഡ് തന്നെ കാണാൻ കഴിയില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നത്. കാര്യം ഇന്നലെയും ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ചു വന്നത് ഒരുപാട് പ്രയാസപ്പെട്ട് തന്നെയാണ് വന്നത്. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ബ്ലോക്കിൽ പെടാതെ 2 മണിക്കൂർ സമയം ഏറെ എടുത്താലും മറ്റു ചില വളഞ്ഞ വഴികളിലൂടെയൊക്കെ പോയി അതിനപ്പുറത്തേക്ക് ചാടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് വലിയ കുരുക്കൊന്നും പെടാറില്ല. 1, 2, 3 സ്ഥലത്തൊക്കെ പെടും. ഇന്നലെയും 2 സ്ഥലത്ത് പെട്ടിരുന്നു. അതിലൊന്നാണ് ഇടമുട്ടം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന 3 പോലീസുകാർ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ തന്റെ മേലധികാരിക്ക് ഒരു കോള് ചെയ്യുന്നു. ഈ പോലീസുകാരൊക്കെ റോഡിലാണ് ജോലി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ കാണണമെന്നുണ്ടെങ്കിൽ റിഫ്ലക്ടർ ഉള്ള ഒരു കുപ്പായം ഇടണം. വലിയ വിലയൊന്നുമില്ല, ഒരു 80 രൂപ മുതൽ 100 രൂപ വരെ വിലയുള്ള സാധനമാണത്. അതൊന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിളങ്ങും. ഒന്ന് തിളങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് എന്ന് വണ്ടി ഓടിക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ മേത്തേക്ക് വണ്ടി കയറാതെ രക്ഷപ്പെടാമെന്നും കുട്ടികളും പെണ്ണുങ്ങളും വഴിയാധാരമാകാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു കരുതിയ ഏതോ ഒരു പോലീസുകാരൻ തന്റെ മേലധികാരിയോട് ചോദിച്ചു, എനിക്കൊരു റിഫ്ലക്ടർ വേണം, തനിക്ക് പെരുമ്പാവൂരിൽ ജോലി ചെയ്യാൻ. അപ്പൊ ആ പോലീസുകാരൻ പറഞ്ഞു, ഇവിടെ സാധനം ഇല്ല, ഇന്ന് മേലേക്ക് വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പോലീസുകാരൻ മേലേക്ക് വിളിക്കുന്നു. സാറേ, ഞാൻ പെരുമ്പാവൂര് ട്രാഫിക് സ്റ്റേഷനിലായിട്ട് അവിടെ നിന്ന് കളമശ്ശേരിയിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് ഇപ്പോൾ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരനാണ്. സാറേ, ഞങ്ങൾ 3 പേരാണ് അറ്റാച്ച് അവിടെ പോയത്. അപ്പൊ അതിൽ ഒരാൾക്ക് ജാക്കറ്റ് കിട്ടിയിട്ടില്ല, റിഫ്ലക്ടർ ജാക്കറ്റ് ഇല്ല. അപ്പോൾ രാത്രി 6 മണിക്ക് ശേഷം അവിടെ റിഫ്ലക്ടർ ഇല്ലാണ്ട് ഡ്യൂട്ടി എടുക്കാൻ ഭയങ്കര പാടാണ്. വണ്ടി ഔഷധി പെരുമ്പാവൂരാണ് ഡ്യൂട്ടി ട്രാഫിക്. അപ്പോൾ ട്രാഫിക് സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അവിടെ സാധനം ഇല്ല. ഉണ്ടായിരുന്ന 2 എണ്ണം ഞങ്ങൾ 2 പേർക്ക് കൊടുത്തു. ഒരാൾക്ക് കിട്ടിയിട്ടില്ല, അത് എനിക്കാണ് കിട്ടാനുള്ളത്. ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണ്, നല്ല തിരക്കുള്ള സമയമാണ്. എനിക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് ഡ്യൂട്ടി ചെയ്യാൻ നല്ല വണ്ടിയും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. അപ്പോൾ അവർക്ക് അറിയാൻ പാടില്ല, ട്രാഫിക് സ്റ്റേഷനിൽ അവർ ഇല്ലാത്തതുകൊണ്ടാണ്. അവരുള്ളത് ഞങ്ങൾക്ക് റെയിൻകോട്ടൊക്കെ തന്നു. പിന്നെ അവരാരോട് ചോദിക്കാൻ? ഞാനപ്പോൾ നോക്കിയപ്പോൾ SP ഓഫീസിൽ വിളിച്ചു പറയാം, എന്തായാലും ഇതിന്റെ പരിധിയിലല്ലോ. അപ്പൊ ഇന്ന് ഡ്യൂട്ടിക്ക് അപ്പൊ ജാക്കറ്റ് വേണമായിരുന്നു. അപ്പൊ അതിനുള്ള നടപടി ചെയ്യണം. അത് ട്രാഫിക് സ്റ്റേഷനിൽ വിളിച്ച് ട്രാഫിക് സ്റ്റേഷനിൽ ഇല്ല. അപ്പൊ പിന്നെ ഇതിന്റെ അണ്ടർ എല്ലാം SP അല്ലേ ഇതിന്റെ പറയുന്ന അങ്ങോട്ട് കേക്കടോ. താനെ SP അവിടെ കൊണ്ടുവന്ന ഇയാൾക്ക് ജാക്കറ്റ് തരുമോ? അങ്ങോട്ട് പറയുന്നത് പറയുന്നത് അങ്ങോട്ട് മനസ്സിലാക്കൂ. താങ്കൾ ഒരു പോലീസുകാരനല്ലേ സാറേ? ഇല്ലെങ്കിൽ പിന്നെ അത് എവിടെ? ഇതിന്റെ അതോറിറ്റിയിലല്ലേ പറയണ്ടേ? അങ്ങോട്ട് പറയുന്നതൊന്ന് മനസ്സിലാക്കടോ. ഏത് തെണ്ടിയെ വിളിക്കണെന്ന് അതിപ്പോ ഞാൻ കേട്ടൂല ഫോണില്. അതെന്ത് വർത്താനം പറഞ്ഞേ? ഏത് തെണ്ടിയെ വിളിക്കണെന്ന്? അങ്ങനെയാണോ SP ഓഫീസിലായിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടത്? ഞാനിപ്പോ എന്റെ ഫോണിൽ ഞാനത് കേട്ടു, ഏത് തെണ്ടിയെ വിളിക്കണേന്ന്. ഇതെന്ത് വർത്താനാണ് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത്? ഞാൻ കേട്ടു ആ ഫോണ് ഓൾറെഡി. ഞാനിപ്പോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പറയുന്ന കേൾക്കും മേഡം. സാറേ ഇപ്പൊ ഇത്ര എടോന്നാലോ വിളിച്ചേ? ഫോൺ വെച്ചിട്ട് പോടാ. ഇതാണ് ഫോൺ കോൾ. ബാക്കി നിങ്ങൾ കേട്ടല്ലോ.
അതായത് ഒരു പോലീസുകാരൻ തന്റെ മേലധികാരിയുടെ ഓഫീസിലേക്ക് SP ഓഫീസിലേക്ക് കോൾ ചെയ്തപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അയാൾ റോങ് ആകുകയാണ്. അവിടെ നിന്നുള്ള പോലീസുകാരൻ റോങ് ആകുകയാണ്. ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനും SP ഓഫീസിലെ പോലീസുകാരനും എന്തോ 2 ഇഞ്ച് വീതം നീളം കൂടുതൽ എന്തോ അവർക്ക് ഫിറ്റ് ആക്കിയിട്ടുണ്ടെന്ന നിലയിലാണ് എനിക്ക് ആ വോയിസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, കേട്ടപ്പോൾ മനസ്സിലായത്. എനിക്ക് അങ്ങനെ തോന്നിയത് അവിടെ ഉള്ളവർക്ക് കുറച്ച് ഓവർ ലെങ്ത് ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ വന്നു. അതുകൊണ്ടാണല്ലോ അവർ അത്തരത്തിലൊരു പ്രയോഗം നടത്തുന്നത്. എന്താ പറഞ്ഞത്? ഏത് തെണ്ടിയാണ് വിളിക്കുന്നത്, മനസ്സിലായില്ലേ? അതുപോലെ ഈ തെണ്ടിക്കൊന്നും വോയിസ് കൊടുക്കണ്ട, ഫോൺ വെച്ചിട്ട് ഈ രീതിയിലാണ് സംസാരിച്ചത്. അതായത് SP ഓഫീസിലേക്ക് തന്റെ മേലധികാരി വിളിക്കുമ്പോഴത്തേക്ക് ഒരു പോലീസുകാരന് കിട്ടിയിട്ടുള്ള ഒരു വോയിസ് സന്ദേശമാണ്. ഇനി ഇതിനൊരു മറുവശമുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ അമ്മാതിരി അടിയല്ലേ അടിക്കുന്നത്, അമ്മാതിരി തെരുവിളിയല്ലേ വിളിക്കുന്നത്. അതിന്റെ കഥ വേറെ എണ്ണം പറയാനുണ്ട്. പോലീസുകാരന്റെ ഒരു എന്താ പറയാ വീരശൂര പരാക്രമത്തിന്റെ ഒരു കഥ കൂടി പറയാനുണ്ട്. 2-3 ദിവസം ലീവായിരുന്നുകൊണ്ട് കാര്യമൊന്നും പറയാൻ പറ്റിയില്ല. ഏതായാലും പോലീസുകാർക്ക് ഇതാണ് തന്റെ മേലുദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മേൽ എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് എനിക്കറിയാൻ വയ്യ. ഈ BSNLന്റെ ഈ സവിശേഷത കൊണ്ട് കോള് മാറിപ്പോയതാകാനേ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെയാണ് എൻ്റെ പക്ഷം. കാര്യം പിണറായി കാലത്തെ പോലീസെല്ലാം മര്യാദരാമന്മാരാണ്, മര്യാദയ്ക്ക് സംസാരിക്കുന്നവരാണ്. അല്ലാതെ ഡാഷും ഡീഷും ഒന്നും ചേർത്തിട്ട് തെറിവിളിക്കാനോ അല്ലെങ്കിൽ സ്വന്തം സഹപ്രവർത്തകരെ തന്നെ തെറിവിളിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും മുതിരുന്നവരല്ല. അതുകൊണ്ട് മിക്കവാറും മാറി ഏതെങ്കിലും ഗുണ്ടകളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ഒക്കെ പോകാനാണ് സാധ്യത. Different angles. Don't forget to subscribe and support this channel.